എന്തൊക്കെ പറഞ്ഞാലും യോഗ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ആ, ഇന്ന് ഫസ്റ്റ് നമുക്ക് സിംഹാസനം ഒന്ന് ചെയ്ത് നോക്കാം. ഇതെന്താ ഒരു കമ്പ് ഇവിടെ കിടക്കുന്നത്? പറ്റുന്നില്ല. തുറന്നു ചാടി അപ്പുറത്തേക്ക് പോയാലോ? കുറച്ചങ്ങോട്ട് മാറി നിന്ന് യോഗ ചെയ്യാം. അതാകുമ്പോൾ സൂര്യനെ ഒന്ന് കാണാം. സോ അങ്ങനെയാകുമ്പോൾ എനിക്ക് സൂര്യാസഹനവും ചെയ്യാൻ പറ്റും. ഒന്ന് നോക്കട്ടെ, ഒന്ന് നീങ്ങി നിന്ന് അങ്ങനെ ചെന്ന് നോക്കാം. ആ, ഇവിടെ ഒന്ന് പയ്യെ ഇരുന്ന് നോക്കാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. എന്റെ ദൈവമേ, നല്ല മീൻ്റെ മണമാണല്ലോ. ആ, എന്നെ ഡയറ്റ് എടുക്കാനും സമ്മതിക്കില്ല, യോഗ ചെയ്യാനും സമ്മതിക്കില്ല. ആ, എന്തായാലും സാരമില്ല, നാളെ മുതലാവാം. ഇന്ന് കുറച്ച് മീൻ കഴിക്കാം. മീൻ പുള്ളും കപ്പയും നല്ലതാണ്. തൽക്കാലം ഇപ്പോൾ മീൻ മുള്ള് കഴിക്കാം. മത്തി. ഈ വീട്ടിലിപ്പോൾ കുറേ ഇടയായിട്ട് മത്തിയേ കിട്ടുന്നുള്ളൂ. എന്തെങ്കിലും ഓഫർ വല്ല ലുലു സഫാരിയിലും ഉണ്ടോ? ആ, എങ്കിലും സാരമില്ല. ഇനി പറയണം ചിക്കൻ മതിയെന്ന്. കാര്യം എനിക്ക് ജോലിയൊന്നുമില്ല. പക്ഷേ പ്രവാസി പൂജകളുടെ ഒരു പ്രത്യേകതയാണ്, ജോലി ഇല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് അടിയിച്ച് അങ്ങ് കൂടും. അതെ, എൻ്റെ കണ്ടിട്ട് നിങ്ങളെല്ലാവരും കയറി ഇങ്ങോട്ട് വരാനൊന്നും നോക്കണ്ട കേട്ടോ. ഇവിടെ വലിയ സുഖമൊന്നുമല്ല. നമ്മളെ നാട്ടിലെ പോലെയല്ല ഇവിടുത്തെ പൂച്ചകളെല്ലാം നല്ല അറബിയാണ് സംസാരിക്കുന്നത്. പിന്നെ ആ അറബി സംസാരിക്കാൻ നമ്മൾ കിടന്ന് പാടുപെടും. നാട്ടിലാണെങ്കിൽ നമ്മളെ മലയാളി എലികളെയും പിടിച്ചങ്ങ് ജീവിക്കാം. ഇവിടെ അങ്ങനെങ്ങാണ് നടക്കുമോ? വരുന്ന എലികളെല്ലാം എൻ്റെ അടുത്ത് അൽഫഹം വട്ടഹ എന്നൊക്കെയാണ് സംസാരിക്കുന്നത്. എനിക്കങ്ങ് വല്ലതും മനസ്സിലാവോ? ആ, ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഭാഷയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരുന്നുണ്ട്. നോക്കാം. ഇനി കുറച്ച് നേരം ഒന്ന് നടന്നാലോ? ഈ ചെടിച്ചട്ടികളുടെ പുറകെയൊക്കെ നടന്നുണ്ടല്ലോ, കുറച്ച് ചെടിയൊക്കെ അങ്ങ് പോയി. ഇത് കൂടുതലായി കഴിഞ്ഞ് എന്നെ വല്ലതും പറയുമെന്നറിയത്തില്ല. ആ, എങ്കിലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആമ്പൽ കുളത്തിലുള്ള വെള്ളം അതൊരു ടേസ്റ്റ് യോഗം തന്നെ. എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യമേ അത് തന്നെ. നിങ്ങൾ കണ്ടില്ലേ എൻ്റെ മീശയൊക്കെ അങ്ങ് അടിപൊളിയായിട്ട് നല്ല വിരിഞ്ഞിരിക്കുന്നത്? കണ്ടു കഴിഞ്ഞാൽ വീരപ്പൻ പോലും തോറ്റു പോകും. വീരപ്പൻ ചേട്ടൻ്റെ പോലും ഈ ടെക്നിക്ക് അറിയാൻ വഴിയുണ്ടാവില്ല. എൻ്റെ അമ്മച്ചിയെ, ഇതെന്താ കരുനാഗമോ? ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മൂമ്മയുടെ ചേട്ടൻ മരിച്ചു പോയായിരുന്നു കൊട്ടാരക്കര ആക്സിഡൻറ്റിൽ. പുള്ളിയായിരിക്കുമെന്ന്. 1 2 3 ചാടട കിട്ടോ? എൻ്റെ അമ്മേ, ഞാൻ കരുതി ഇതിപ്പോൾ എന്നെ കടിക്കാൻ വന്നേക്കുമെന്ന്. ദൈവം കാത്തു എന്നെ. ഇവൻ എന്നാത്തിൻ്റെ കേടാ? 24 മണിക്കൂറും എൻ്റെ പുറകെയാണല്ലോ. ഒന്ന് മാറിപ്പോടാ. നീ എന്താ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത്? നിൻ്റെ വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരും എന്നെ കടിച്ച് ശരിയാക്കും കേട്ടോ ഞാൻ. നീ വേണ്ടാന്ന് വെക്കും തോറും നീ എൻ്റെ തലയിൽ കയറി അങ്ങ് നിരങ്ങുവാ. ആ, നീ എന്താ ചോദിക്കുന്നത്? കൂട്ടാവാന്നോ? നീ ഒന്ന് പോടെ. ഞാനേ ഈ വീട്ടിൽ അധികം പറ്റാ. എങ്ങനെയെങ്കിലും ജീവിക്കുന്നതെന്ന് എനിക്കറിയാം. ഒരു ബെഡ് സ്പേസിന് കൊടുക്കണം 500 റിയാൽ. പിന്നെ ഫുഡ്, എന്ത് പറയാനാ, ഇതിനൊക്കെ പേയ്മെൻ്റ് അടയ്ക്കണം. പിന്നെ ഇവർ മലയാളികളായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ എനിക്ക് വല്ലതും തന്ന് ഞാൻ ആ സൈഡിൽ കൂടെ പോകുന്നു. കാര്യം എനിക്ക് ജോലി ഇല്ലെങ്കിലും ഭക്ഷണം ഇതിന് നന്നായിട്ട് വേണം. അത് അവർക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അറിഞ്ഞ് നന്നായിട്ട് തരുന്നുണ്ട്. നീ പോടാ പോയി വീട്ടിൽ കയറി. ആ, അല്ല പിന്നെ വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങി വരുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇങ്ങനെ അങ്ങ് സല്ലപിക്കാം. അല്ലാതെ ഇപ്പോൾ വേറെ ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല. പിന്നെ വേറെ എന്നാ ഉണ്ട്? നിൻ്റെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? അപ്പോഴേക്കും പിണങ്ങി പോവുകയാണോ? ആ, ശരി എന്നാൽ. എടേ, നീ എന്തുവാടെ ഈ വെഞ്ഞാറം മൂടുകാരനെ പേടിപ്പിക്കാൻ നോക്കുവാണോ? എൻ്റെ ദൈവമേ, എൻ്റെ ശ്വാസം കെട്ടുപിടിഞ്ഞ് കിടക്കുവാണല്ലോ. യവനൊന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പുറത്തേക്കൊന്ന് നോക്കിയാലോ? എന്താ നോക്കാം. ആ, നല്ല ചൂട്. എൻ്റെ അമ്മോ, അറബി നാട്ടിൻ പുറത്ത് പോയാൽ പൊരിയും എൻ്റെ മുതുക്. അകത്തിരുന്നാൽ നല്ല കുളുകുള എൻ്റെ തണുക്കും എൻ്റെ കൽബ്. പുറത്തു പോയാൽ ഉരുകിപ്പോകും എൻ്റെ നല്ലൊരു മേനി. അതുകൊണ്ട് ഞാൻ അകത്തിരിക്കും നല്ല തുണുപ്പുള്ള പൂച്ച.
പെട്ടെന്ന് എൻ്റെ പഴയ കാലം ഓർമ്മ വന്നു. ഞാൻ MG സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ള പഴയ കാലം. കൂട്ടുകാരെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ പറ്റുവാണെങ്കിൽ ആ ബെല്ലൈക്കനും കൂടി. ഓക്കെ, താങ്ക് യു, ബൈ.